Hello, welcome back to the 8th day of our Onam series. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു തമ്പുരാട്ടി സ്റ്റൈല് വേറെയാണ്. അതായത് ഒരു അകത്തമ്മ തമ്പുരാട്ടി അങ്ങനത്തെ ഒരു ലുക്കാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്ത അതേ മുണ്ടും നേരിതും ഒക്കെ തന്നെയാണ് ഇതിനെടുക്കുന്നത്. പക്ഷേ സ്റ്റൈൽ ചെയ്യുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണെന്ന് മാത്രം. അപ്പോൾ ഓണം അടുത്തടുത്ത് വരികയല്ലേ, അപ്പം കുറച്ച് കൂടുതൽ ഡിഫറൻസ് കൊണ്ടുവരാം എന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് പെയർ ചെയ്യുന്ന ആക്സസറീസ് നോക്കാം. നമ്മുടെ ഈ ഔട്ട്ലുക്കിനെ ഏറ്റവും ചേരുന്നത് ഈ മാലയാണെന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ നമ്മുടെ കറുപ്പ് സ്റ്റഡ് വരുന്ന കല്ല് വരുന്ന ഈ ചെറിയ സ്റ്റഡും ഈ വളകളും, ഈ രണ്ട് വളകളുമാണ് നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് എളുപ്പം റെഡിയാവാം. ഈ ലുക്കിന്റെ കൂടെ അല്പം പുളിയും മധുരവും ഒക്കെ കലർന്നിട്ട് നല്ല ബീട്രൂട്ട് അച്ചാറാക്കിയാലോ. അപ്പോൾ ഇതിന് നമുക്ക് വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ. ഒരു വലിയ ബീട്രൂട്ട്, ചെറിയൊരു കഷ്ണം ഇഞ്ചി, 4-5 കാന്താരിമുളകോ അല്ലെങ്കിൽ 2 പച്ചമുളകോ, കുറച്ച് വെളുത്തുള്ളി, 2 തണ്ട് കറിവേപ്പില, പിന്നെ ഒരു 4-5 ഈന്തപ്പഴം നമ്മൾ വിനാഗിരിയിൽ സോക്ക് ചെയ്ത് വെച്ചത്. ഇത്രയും കുറച്ച് സാധനങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ. എന്നിട്ട് സോക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഡേറ്റ്സും വിനാഗിരിയും കൂടെ അരച്ചെടുത്ത് വെക്കും കേട്ടോ. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ബീട്രൂട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് ഒരു പാനിൽ എണ്ണ ചൂടാക്കി അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കുക. എന്നിട്ട് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അതിലിട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മുടെ കാന്താരി മുളക് കൂടെ അതിനകത്തേക്ക് ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് ഒരു 1/4 ടീസ്പൂണിനും താഴെ മാത്രം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, വേറെ അച്ചാർ പൊടിയോ സാധനങ്ങളോ ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. ഇത് നല്ലോണം ഇളക്കിയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഇതിനകത്തേക്ക് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി വെക്കുക. ഇളക്കിയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഈന്തപ്പഴം അതിനകത്തോട്ട് ആഡ് ചെയ്തു. അതിനുശേഷം കുറച്ച് കറിവേപ്പില എടുത്ത് വെച്ചായിരുന്നില്ല, അതും കൂടി ഇതിൻ്റെ പുറത്തൊന്ന് പാകി. അതിനുശേഷം വേണമെങ്കിൽ നമുക്ക് 1-2 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യാം, ഓരോരുത്തരുടെയും ഷുഗറിൻ്റെ ആവശ്യത്തിനനുസരിച്ച്. എന്നിട്ട് നമ്മുടെ വിനാഗിരിയും കൂടെ കുറച്ച് ഒഴിച്ചിട്ട് നല്ലപോലെ ഇളക്കി സംഭവം സെറ്റായി. പരിപാടി കഴിഞ്ഞു. ബീട്രൂട്ട് അച്ചാർ, ഒരു ഭരണി നിറച്ച് ബീട്രൂട്ട് അച്ചാർ ഉണ്ടാക്കി വെച്ചതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് കാണണമെങ്കിൽ ഇത് നോക്കിയാൽ മതി. ഒറ്റ നേരം കൊണ്ട് ഇതങ്ങ് മൂട്ടിലെത്തിയിരിക്കുകയാണ്. നല്ല ടേസ്റ്റാണ്. നമ്മൾ വെറുതെ കോരിയിട്ട് തിന്നും. പിന്നെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കാണിക്കാമെന്ന് മാത്രം. നല്ല മധുരം, നല്ല പുളി, നല്ല എരിവ്, നല്ല ടേസ്റ്റാണ്. അല്പം പുളിയും മധുരവും കൂടെയുള്ള കോംബോ ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഈ ഓണത്തിന് തീർച്ചയായിട്ടും ബീട്രൂട്ട് അച്ചാർ വീട്ടിലുണ്ടാക്കി നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ ഈ കല്യാണത്തിനൊക്കെ ചിലപ്പം ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന ഈ പുളിയും മധുരവും കൂടെ ഉള്ള ഒരു മിക്സ് അച്ചാറുണ്ടല്ലോ, അതെല്ലാവർക്കും ഇഷ്ടമല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഇതും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ അച്ചാറും റെസിപ്പിയും എങ്ങനെയുണ്ടെന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യൂ. അപ്പോൾ വീണ്ടും അടുത്ത ലുക്കുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ബൈ.